പഹൽഗാം ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയുടെ ഫലമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. ഇത് അന്വേഷിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. അതേസമയം വഖഫ് നിയമം നടപ്പിലാക്കിയതിന് പിന്നാലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ആക്രമണങ്ങൾ ഉണ്ടായി. മതപരമായ ധ്രുവീകരണത്തിന് BJP ലക്ഷ്യമിടുകയാണെന്നും CPIM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി. വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ CPIM ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയിരുന്നു. വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടി PB ആവശ്യപ്പെടുന്നു ഇതിൻ്റെ പരിഹാരം ഇതെങ്ങനെ ഉണ്ടായെന്നുള്ളത് കണ്ടെത്തണം. മറ്റെന്തൊക്കെയാണ് PBയുടെ തീരുമാനങ്ങൾ? സിജു, പെഹൽഗാം ഭീകരാക്രമണം സുരക്ഷാ വീഴ്ചയുടെ ഫലമാണെന്ന് ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് പരിഹാര നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, തീവ്രവാദികളുടെ വീടുകളടക്കം തകർക്കുന്ന നടപടികളിലേക്ക് സൈന്യം പോയിരുന്നു. അത് മറ്റു നിരപരാധികളായ കുടുംബങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങളാണ്. അത്തരം നീക്കങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതും പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെഹൽഗാമിന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ മുസ്ലിങ്ങൾക്കും കശ്മീരികൾക്കുമൊക്കെ എതിരെ വലിയ തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കവും നേരിട്ടിരുന്നു. ഇത്തരം പ്രചാരണങ്ങളെയൊക്കെയും തന്നെ CPIM പോളിറ്റ് ബ്യൂറോ അപലപിക്കുകയാണ്. ഈ ശ്രമങ്ങൾ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായി നടത്തുന്നതാണ്. മറ്റു ചില വിശദാംശങ്ങൾ, അതായത് മറ്റു ചില വിഷയങ്ങളിൽ കൂടി CPIM പോളിറ്റ് ബ്യൂറോ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ ദീർഘനാളായിട്ടുള്ള ആവശ്യമാണ് ജാതി സെൻസസ്. അതേസമയം ഈ ജാതി സെൻസസ് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, അതെങ്ങനെയാണ് ജാതി വിവരങ്ങളും വിശദാംശങ്ങളും ശേഖരിക്കുന്നത് അടക്കമുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത കുറവ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനുണ്ട്. വൈകിയ പൊതു സെൻസസ് അടക്കമുള്ള നടപടികളുടെ അതിന്റെ ഷെഡ്യൂൾ പ്രഖ്യാപിക്കണമെന്നും CPIM ഇപ്പോൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യത്തൊട്ടാകെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങളാണ് ഉണ്ടായത്. മതപരമായ ധ്രുവീകരണത്തിന് BJP ലക്ഷ്യമിടുകയാണെന്നും CPIM ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. BJP മറ്റ് സഭയുടെ ഉടമസ്ഥതയിലേക്കുള്ള സ്വത്തുകളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കുന്ന തരത്തിൽ BJP നേതാക്കൾ ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.